ഹായ് ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഈവനിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യം തന്നെ മിറ്റടിക്കലാണ്. അപ്പം ചെടികളെടുത്തൊക്കെ പുല്ലും ചപ്പൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പറിച്ച് ഒന്ന് ക്ലീൻ ചെയ്യലാണ് കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും ഞാനിങ്ങനെ എല്ലായിടത്തും നന്നായിട്ട് അടിച്ച് വരാറുണ്ട് കേട്ടോ. പിന്നെ ചെടികളെടുത്ത് നന്നപ്പോൾ അന്നന്ന് നമ്മളത് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അത് ഒരുപാട് പണിയാവും കേട്ടോ. അപ്പോൾ ഞാൻ ഈ സൈഡിൽ നട്ടിരിക്കുന്ന ചെടീൻ്റെ അടുത്ത് മുകളിൽ ചെമ്പരത്തി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ വീണിട്ട് ഇലയും പൂവൊക്കെ വീണിട്ട് ആ പൂവ് ഇങ്ങനെ 2-3 ദിവസമാകുമ്പോൾ പിന്നെ ചീഞ്ഞിട്ട് ഒരു കറുപ്പ് കളറാവും. അപ്പോൾ പിന്നെ അത് ആ ചെടി കാണാൻ വേണ്ടിയിട്ട് ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അവിടുത്തതെന്നും അടിച്ച് വാരി അതൊക്കെ ഒന്ന് പറക്കി ചാടാറുണ്ട് കേട്ടോ. അപ്പോൾ മോളാണ് കേട്ടോ വീഡിയോ എടുത്ത് തരുന്നത്. അപ്പോൾ ഇതാ കണ്ടോ, ഒരുപാട് ചെമ്പരത്തി പൂവൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ മുകളിൽ. അങ്ങനെ ഇതൊക്കെ വൃത്തിയാക്കിയിട്ട് അപ്പോഴത്തേക്ക് മോൾ വീഡിയോ എടുത്തു തരുന്നതെന്ന് വെച്ചാൽ മോളുടെ കൂടെ ഷട്ടിൽ കളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഷട്ടിൽ ബാറ്റ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കളിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്നമ്മേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവൾ. എന്നിട്ട് വേണം അവളെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വാരി, നമുക്ക് ഒരുപാട് മുറ്റമുണ്ട് കേട്ടോ അടിച്ച് വാരാൻ വേണ്ടിയിട്ട്. സൈഡിലായാലും ബാക്കിലും ഒക്കെ ഒരുപാട് അടിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ അടിച്ചിട്ട് വേണം അവളെ കൂടെ കുറച്ച് സമയം കളിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ മുറ്റമൊക്കെ അടിച്ച് വാരിയിട്ട് അവളോട് ഷട്ടിൽ കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് ഇപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അനീഷേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കടയിൽ നിന്ന്. അപ്പം അനീഷേട്ടനും കൂടി ഷട്ടിൽ കളിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ നമുക്കെന്ന് പറയുന്നത് സൈഡിലും അപ്പുറത്തെ സൈഡിലും വലിയ കളവും ഒക്കെ ഒരുപാട് അടിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ മോളിങ്ങനെ തിരക്കാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പെട്ടെന്ന് വേഗം ആവട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഞാൻ ഷട്ടിൽ കളിക്കാൻ കൂടാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത്. അല്ലെങ്കിൽ പിന്നെ ഞാൻ എനിക്ക് സ്റ്റാൻഡൊക്കെ വെച്ച് എടുക്കാനൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ. ആദ്യം കുറച്ച് അടിച്ചിട്ട് പിന്നെയും പോയി ഓഫാക്കി പിന്നെയും ഓണാക്കി തിരിച്ചു വെച്ചു. അതൊക്കെ ഭയങ്കര പണിയല്ലേ? എനിക്ക് ഭയങ്കര മടിയാണ് അതൊക്കെ കേട്ടോ. എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ തന്നെ മടിയാണ്. പിന്നെ എത്ര പ്രാവശ്യം ഒരു 1.5 മണിക്കൂർ എടുത്തു ഞാനിത് ഒന്ന് പറയാൻ വേണ്ടിയിട്ട് കേട്ടോ. എനിക്കങ്ങനെ ശരിയാവുന്നേ ഇല്ല. പറഞ്ഞിട്ട് ഞാൻ എങ്ങനെയാണ് പറയണ്ടേ, നിങ്ങൾക്ക് ഇഷ്ടാവുമോ എന്നുള്ളൊരു എന്തോ ഒരു ഭയം. ഞാൻ ഒരു 2-3 പ്രാവശ്യം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ ഷട്ടിൽ കളിക്കാൻ വേണ്ടിയിട്ട് മോളെ കൂടി ഞാൻ ചെടിക്ക് വെള്ളമൊന്നും ഒഴിച്ചില്ല കേട്ടോ. അപ്പോൾ ഇതാ അതിൻ്റെ ഇടയ്ക്ക് അനീഷേട്ടനും വന്ന് അടിക്കുന്നുണ്ട്. മോൾക്ക് അടിക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ. ഒറ്റ അടിക്കും വീണ്ടും നിൽക്കും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അനീഷേട്ടൻ കടയിൽ പോകുമ്പോഴത്തേക്ക് ഒറ്റ കളി കളിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ കോക്ക് നമ്മുടെ ഷീറ്റിൻ്റെ മുകളിലേക്ക് പോയി കേട്ടോ. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് അവൾ പോയി. അവൾക്ക് പേടിയൊന്നുമില്ല കേട്ടോ. പക്ഷേ എനിക്ക് ഭയങ്കര പേടിയാണ് എൻ്റെ മുകളിൽ കയറാൻ വേണ്ടിയിട്ട്. അതിങ്ങനെ കയറുമ്പോൾ ഒരു പൊട്ടുന്ന പോലത്തെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ അവൾക്ക് പേടിയൊന്നുമില്ല. അവൾ എപ്പം എടുക്കും. അങ്ങോട്ട് തന്നെ വീഴുകയും ചെയ്യും അടിച്ചു കഴിഞ്ഞാൽ. അതാണ് കുഴപ്പം. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് സമയം അവളോട് കളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ വന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ചെടിക്ക് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് കളിക്കാം, വീഡിയോ എടുത്തതാന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ ഇരുന്ന് എടുത്ത് തരുവാണ് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഇപ്പുറത്തെ സൈഡിൽ അച്ഛൻ കുറച്ച് വൈനിങ്ങയും പിന്നെ വെണ്ടയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കാലാവധി ആവാറായി. ഒരുപാട് പറിച്ചു കേട്ടോ. വൈനിങ്ങയൊക്കെ ഒരുപാട് പറിച്ചു. എന്നാലും അതിൽ നിന്ന് ഇങ്ങനെ ഇതായിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മളൊരു സംഭവം എന്ന് പറയുന്നത് ഇങ്ങനെ മുളച്ച് വന്നതാണ് കേട്ടോ. വത്തക്ക തെയ്യാണ്. അപ്പോൾ ഒരു വത്തക്ക പിടിച്ചിട്ടുണ്ട്. ആദ്യം ഒരു ചെറിയതായിട്ട് പിടിച്ചിട്ടുണ്ട്, അത് കരിഞ്ഞു പോയി. അപ്പോൾ ഇപ്പം ഇങ്ങനെ വരുന്നുണ്ട്. നന്നാവുമെന്നറിയില്ല. ഇങ്ങനെ മുളച്ച് വന്നതാണ് ചെടിയാണ് കേട്ടോ. അപ്പോൾ ഇത് അവൾ ഇപ്പോൾ ഉള്ള പണിയാണ്. ആ ചെടീൻ്റെ മുകളിൽ വന്നിട്ട് ചെമ്പരത്തി പൂവെടുത്ത് വയ്ക്കും. അതെടുത്ത് കളയൽ തന്നെയായിരുന്നു കേട്ടോ എനിക്ക് പണി. അപ്പോൾ ഇങ്ങനെ ഇന്നലെ ഞാൻ വെള്ളം ഒഴിച്ചില്ല കേട്ടോ. ഇന്നലെ മഴയുണ്ടായിരുന്നു. രാത്രിയിൽ ചെറുതായിട്ട് മഴയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നലെയല്ല മിനിയാന്ന് രാത്രി മഴയുണ്ടായിരുന്നു. അതിപ്പോൾ ഞാൻ ഇന്നലെ വെള്ളം ഒഴിച്ചില്ല. ഒരു നനവ് പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇതൊക്കെ ഞാൻ വിത്ത് കയറിയതാണ് കേട്ടോ. നമ്മളെ ആ കാശത്തുമ്പ അങ്ങനെ ഒരു ചുവപ്പില്ലേ, അതിൻ്റെ വിത്തൊക്കെ ഞാനിങ്ങനെ പേറിയതാണ്. ആയിട്ടുണ്ട്, മുളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും നടാലോ എന്ന് വിചാരിച്ചിട്ടോ. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ പൈപ്പെത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ബക്കറ്റിലെ വെള്ളം എടുത്ത് കൊണ്ടുവന്നിട്ടാണ് കേട്ടോ ഒഴിക്കാറ്. അപ്പം നീളമില്ലാത്ത പൈപ്പാണ്. മുറ്റം വരെ അങ്ങാട് സൈഡിൽ വരെ എത്തത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടുന്ന് ബക്കറ്റിൽ വെള്ളമൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഒഴിക്കലാണ് കേട്ടോ.
അപ്പോൾ ഗൈസ് പിന്നെ നമ്മൾ കളിക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് തിരക്കായി. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഇത്ര ചെറിയൊരു വീഡിയോ ആണ്. അപ്പം വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റും ചെയ്യാം. ബൈ.